നമ്മുടെ ഈ മാസത്തിൽ നടക്കുന്ന പരിപാടി ബഹുമാനപ്പെട്ട പുല്ലൂക്കർ ഉസ്താദ് അവറുകളുടെ അനുസ്മരണമായി നമ്മുടെ സാധാരണയായി ഉസ്താദ് അവറുടെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യാറുണ്ട്. അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മുത്തലിബ് ഉസ്താദും ഇബ്രാഹിം ഉസ്താദും ഞാനും അങ്ങനെ ഞങ്ങളിൽപ്പെട്ട പലരും ഉസ്താദിന്റെ തർബിയത്തിൽ വളർന്നവരാണ്. ഉസ്താദിന്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമൊക്കെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഈ ഖൈറിന്റെ വഴി തുറന്നു തന്നത്. അല്ലാഹു തആല ഉസ്താദ് അവറുകളുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. സാധാരണ ഒരു മുദരിസായിരുന്നില്ല ഉസ്താദ്. എനിക്ക് സമയം നഷ്ടപ്പെടുത്താതെ വളരെ കൃത്യമായി മുതഅല്ലിമീങ്ങളെ തർബിയത്ത് നടത്തുന്ന, മുതഅല്ലിമീങ്ങളെ നന്നായി ശ്രദ്ധിച്ച് അവരുടെ സമയം നഷ്ടപ്പെടുത്താതെ ശരിക്കും പഠിപ്പിച്ച് ക്രമീകരിക്കുന്ന ഒരു ഗുരുനാഥൻ വേണം എന്നൊരു ചിന്ത ഉണ്ടാകാൻ കാരണം ഞാൻ നേരത്തെ ഒരു ദർസിലുണ്ടായിരുന്നു. ആ ദർസിൽ കുട്ടികൾ പലരും കളിച്ച് നേരം പോകലാണ്, പഠിക്കാൻ മടിയന്മാരാണ്. അങ്ങനെ കുറച്ചു കാലം ഞാൻ അവിടെ നോക്കി. ഉസ്താദ് നല്ല ഉഷാറുള്ള നല്ല കഴിവുള്ള ഉസ്താദാണ്. പക്ഷേ ഉസ്താദിന് കുട്ടികളെ തർബിയത്ത് ചെയ്യുന്ന വിഷയത്തിൽ ഉസ്താദ് വിജയം കൈവരിക്കാറില്ല. കുട്ടികൾ വല്ലാതെ വികൃതി കളിക്കും പള്ളിയിൽ. അതെനിക്ക് സഹിക്കുന്നില്ല. ഞാൻ അൽഫിയ തുടങ്ങിയ സമയം. അപ്പൊ എനിക്ക് കിതാബുകൾ ഓതി പഠിക്കുന്ന ഇവരെ കളി കൊണ്ട് എനിക്ക് പഠിക്കാൻ വളരെ ഇടങ്ങാറ്. അപ്പൊ ഞാൻ ഉസ്താദിനോട് സമ്മതം ചോദിച്ചിട്ട് അങ്ങനെ ഉസ്താദിനോട് സമ്മതം ചോദിച്ചപ്പോൾ ഉസ്താദ് ഇങ്ങോട്ട് പറയുന്നത്, ഇവിടുത്തെ കുട്ടികളെ കളി കൊണ്ട് നീ ഇവിടെ നിൽക്കുന്നില്ലല്ലേ, നീ പോവാണല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, കുറെ കാലം കഴിഞ്ഞിട്ട് പേരോടാക്കിടണോ ശരിയാകുന്ന ഒരാളുണ്ടാവും. അപ്പൊ ഞാൻ പറയും എന്റെ ശിഷ്യനാണെന്ന് പറയൂ. അത് മുൻകൂട്ടി തന്നെ അദ്ദേഹം ആ ഉസ്താദ് പറഞ്ഞു, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുക. എനിക്ക് വളരെ സന്തോഷത്തോടെ സമ്മതം തന്നു. അങ്ങനെ ഞാൻ എവിടെയാണ് ശരിക്ക് സമയം നഷ്ടപ്പെടുത്താതെ മുതഅല്ലിമീങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു ഉസ്താദ് വേണം എന്ന് മനസ്സിലാക്കിയിട്ട് പലരോടും അന്വേഷിച്ചപ്പോ ഒരാൾ പറഞ്ഞു, പുല്ലൂക്കർ ഉസ്താദ് കുട്ടികളെ ഒരു മിനിറ്റും നഷ്ടപ്പെടുത്തൂല, വല്ലാതെ ശ്രദ്ധിക്കൂന്നു. ഉസ്താദ് വല്ലാതെ ശ്രദ്ധിക്കും. അപ്പൊ ഞാൻ ഉസ്താദിന്റെ അടുത്ത് പോവാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു. പക്ഷെ എനിക്ക് പോകാൻ ചില പ്രതിബന്ധങ്ങൾ, എന്റെ ബാപ്പക്ക് സുഖമില്ലാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ വലിയ പ്രതിബന്ധം. ഏതായിരുന്നാലും ഞാൻ ഉസ്താദിന്റെ അടുത്ത് പോയി. കോണിമേൽ നിന്നിട്ട് ഉസ്താദിന്റെ ക്ലാസ് ഉസ്താദ് കാണാതെ ഉസ്താദിന്റെ ക്ലാസ് കേട്ടു. കൂടുതൽ വിശദീകരണമൊന്നുമില്ല. പക്ഷെ ആ വായിച്ച് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞു. എന്തെങ്കിലും സംശയം ചോദിച്ചാൽ മറുപടി പറയുന്നത്. കൂടുതൽ വിശദീകരണമൊന്നുമില്ല. ഉസ്താദിന്റെ ക്ലാസ് അങ്ങനെയാണ്. അത് കേട്ടപ്പോ എനിക്ക് ക്ലാസ് രക്ഷപ്പെട്ടു. ഞാൻ നല്ല കയറി ഉസ്താദിനോട് എന്നെ ഇവിടെ എടുക്കുമെന്ന് സമ്മതം ചോദിച്ചു. അപ്പൊ എന്നെ എവിടെയാന്നൊക്കെ ചോദിച്ചു പരിചയപ്പെടും. ഞാൻ പേരോടാണ് എന്ന് പറഞ്ഞപ്പോ നാദാപുരത്താണ് ഞാൻ ഓതിയത്, കീഴൻ ഉസ്താദിന്റെ ദർസിലുണ്ടായിരുന്നു എന്നൊക്കെ ഉസ്താദ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നോട് ചെന്നോടാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, കുട്ടികളെ പലരും വന്നിരുന്നു, അവർക്കൊന്നും ഞാൻ സമ്മതം കൊടുത്തിട്ടില്ല, നീ വന്നോ. അങ്ങനെ ഞാൻ അവിടെ ചേരാൻ വേണ്ടി ഉദ്ദേശിച്ചു. അങ്ങനെ ചെന്നു. പക്ഷെ എന്റെ ബാപ്പ വീട്ടിൽ വന്നപ്പോ എന്നോട്, നീ പോയിട്ട് അവിടെ താമസിച്ചാൽ രാത്രി എനിക്ക് എല്ലാ ദിവസവും രാത്രി ഒന്ന് എഴുന്നേറ്റിട്ട് ഒന്ന് മൂത്രമൊഴിക്കാൻ പറയും. അതിന് എന്റെ കൈപിടിക്കാൻ ആളുണ്ടാണ്, ഇല്ലെങ്കിൽ എന്നോട് ചിലപ്പോ വിരിപ്പിൽ മൂത്രമൊഴിച്ചു. അതുകൊണ്ട് നീ ഇവിടുന്ന് രാത്രി പോയാൽ ഞാൻ ബുദ്ധിമുട്ടി പോകുന്നു. അപ്പൊ ഞാനിങ്ങനെ മനസ്സിന് വിഷമായി. ദർസിൽ പോവുകയും വേണം, ബാപ്പാക്ക് ഖിദ്മത്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഉസ്താദിനോട് ചോദിച്ചു, ഞാൻ വൈകുന്നേരം വീട്ടിലേക്ക് തന്നെ പോയിട്ട് പിറ്റേന്ന് രാവിലെ വന്നാൽ മതിയോ? ഉസ്താദ് സമ്മതം തന്നു. അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ തൂണേരിക്ക് രാവിലെ നടക്കും. അവിടുന്ന് പിന്നെ 5 കിലോമീറ്റർ ബസ്സിന് പോകും. എന്നിട്ട് അവിടുന്ന് പിന്നെ 2.5 കിലോമീറ്ററോളം പുല്ലൂക്കർക്ക് നടക്കും. അങ്ങനെ തിരിച്ചും അതേപോലെ വൈകുന്നേരം പുല്ലൂക്കരയിൽ നിന്ന് ഇങ്ങോട്ട് പെരിങ്ങത്തൂരേക്ക് നടക്കും. എന്നിട്ട് അവിടുന്ന് ബസ് കയറിയിട്ട് പേരോട് വന്നിറങ്ങും. അവിടുന്ന് 1 കിലോമീറ്റർ നടന്ന് എന്റെ വീട്ടിലേക്ക് പോകും. പോകുന്ന പോക്കിൽ കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ പേരോട് പള്ളി കയറിയിട്ട് കുറച്ചു നേരം കിതാബെല്ലാം നോക്കി പഠിച്ചിട്ട് പോകും. അങ്ങനെ ആണ് 3 കൊല്ലത്തോളം ഞാൻ പഠിച്ചത്. അന്ന് ഉസ്താദ് അവറുകൾ നൽകിയ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, അതാണ് വാസ്തവത്തിൽ സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചുള്ള നല്ല ഉറപ്പ് ഖൽബിൽ ഉണ്ടാക്കിയതും അതുപോലെ ദീനീ സേവനത്തിന് പ്രചോദനം ഉണ്ടാക്കിയതൊക്കെ ഉസ്താദിൽ നിന്നുള്ള ആ ഒരു തർബിയത്താണ്. അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കും. തഫ്സീറുൽ ജലാലൈനി ഓതുന്ന സമയത്ത് പരമാവധി ഞാൻ തഫ്സീർ റാസി നോക്കി. അങ്ങനെ റാസി ചില സ്ഥലത്ത് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ റാസി എടുത്തിട്ട് ഉസ്താദിന്റെ അടുത്തേക്ക് പോകും.
അതുപോലെ പല കിതാബുകളും ഇഖ്തിലാഫുൽ ഹദീസ് എന്ന ഇമാം ഷാഫിറുള്ളാഹിന്റെ കിതാബ് സ്ത്രീജുപരമായത്തെ സംബന്ധിച്ച് പറയുന്ന ഭാഗം എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ഞാൻ ഉസ്താദിന്റെ അടുത്ത് പോയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ പോയിട്ട് ഉസ്താദിന്റെ അടുത്ത് കിതാബ് എടുത്തു പോയി. ചിലപ്പോ ചോദിച്ചാൽ ഉസ്താദ് വിശദീകരിച്ചു മനസ്സിലാക്കിയിട്ട് തിരിച്ചു. ചിലപ്പോ കിതാബ് എടുത്തു പോയി ഉസ്താദിന്റെ മുമ്പിൽ നിന്ന് എന്താ വന്നതെന്ന് ചോദിച്ചു. കിതാബ് നിവർത്തി ഇങ്ങനെ ഒന്ന് നോക്കിയാൽ ഉസ്താദ് പറഞ്ഞു തരാതെ തന്നെ അൽഹംദുലില്ലാഹ് എന്താ പറഞ്ഞതെന്ന് മനസ്സിലാവും. ഒന്നുമില്ലാന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോകും. അങ്ങനെ ഒരു വല്ലാത്ത ബറക്കത്തുള്ള ഒരു വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട പുല്ലൂക്കർ ഉസ്താദ്. അല്ലാഹു തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മുടെ സിറാജുൽ ഹുദ സ്ഥാപനത്തിൽ നമ്മുടെ ദർസ് ആരംഭിക്കുന്ന സമയത്ത് ഉസ്താദ് വന്നിരുന്നു. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ എല്ലാ വിഷയത്തിലും ഉസ്താദിന്റെ ഉപദേശവും നിർദ്ദേശവുമാണ് നമുക്ക് വലിയ പ്രചോദനം നൽകിയത്. അർഹമുർ റഹീമിനായ റബ്ബേ, അവരെയും നിങ്ങളെയും നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാൻ. അതുപോലെ വളരെയേറെ സ്നേഹിച്ച ഒരു മഹാപണ്ഡിതനായിരുന്നു ചെറുസോല ഉസ്താദ്. ഞാൻ മഹാനവറുകളിൽ കിതാബ് ഓതിയിട്ടില്ല, പക്ഷേ മഹാനവറുകളുടെ ഇൽമ് എനിക്ക് ഫലം ചെയ്തിട്ടുണ്ട്. ഞാൻ നേർക്ക് നേരെ ശിഷ്യനല്ലെങ്കിലും വലിയ സ്നേഹമായിരുന്നു. നാദാപുരത്ത് ഒരിക്കലൊരു പരിപാടിയാണ്, സക്കാത്തും പലിശയായിരുന്നു വിഷയം. അപ്പോ അന്ന് കറൻസി സൂക്ഷിച്ചവർ സക്കാത്ത് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. ബാങ്കിൽ നിന്ന് പലിശ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കൂട്ടർ അതിനെതിരായിട്ട് പ്രസംഗിച്ചു. അങ്ങനെ ആ പ്രസംഗത്തിന് മറുപടിയായി ഞാൻ വീണ്ടും പ്രസംഗിച്ചു. ആ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടർ എന്റെ സ്റ്റേജ് വലിക്കാൻ വേണ്ടി വന്നു. വലിയൊരു സംഭവമാണ്. അന്നത്തെ കാല ഓർമ്മയുള്ളവർക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ സ്റ്റേജ് വലിക്കാൻ വന്നപ്പോ പോലീസുകാർ MSP-ക്കാരുണ്ട്. അങ്ങനെ അവര് വന്നപ്പോ അവരെ തടയാൻ വേണ്ടി MSP-ക്കാരിൽ ലാത്തി വീശി. അങ്ങനെ ഞാൻ എന്റെ പ്രസംഗം ഒരു മുബീർ മലത്തിക്കുന്നവരെ പ്രസംഗിച്ച് നിർത്തി ദുആ ചെയ്ത് അവിടുന്ന് പിരിഞ്ഞു പോന്നു. അപ്പൊ നമ്മളെ TT പോക്കർ പൈസ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങള് സ്റ്റേജ് വന്നിറങ്ങി വണ്ടി കയറി ജീപ്പിൽ കയറിയിട്ട് പോരുകയാണ്. അപ്പോ ഈ എന്റെ സ്റ്റേജ് വലിക്കാൻ വേണ്ടി മൈക്ക് വലിക്കാൻ വേണ്ടി വന്ന ആള് മൈക്ക് വലിക്കുന്ന സമയത്ത് നമ്മളെ പ്രവർത്തകരും ചിലര് അദ്ദേഹത്തെ തടയാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ആരും ഒന്നും ചെയ്യണ്ട, അവർക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അങ്ങനെ തിരിച്ച് വണ്ടി കയറി ജീപ്പിൽ പോരുമ്പോ TT പോക്കർ ഫേസ് എന്നോട് ചോദിച്ചു, നിങ്ങൾ പുറത്തു കൊടുക്കട്ടെ എന്നോ ദ്വാരുന്നത് പുറത്തു കൊടുക്കട്ടെ എന്നോ ദ്വാരുന്നത്? പോലീസുകാർ പുറത്താണ് കൊടുത്തതെന്നാണ് എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു പുറത്തു കൊടുക്കട്ടെ എന്ന് തന്നെയാ ദ്വാരുന്നത്, പുറത്തു കൊടുക്കട്ടെ എന്നല്ല. അൽഹംദുലില്ലാഹ് അന്ന് നമ്മുടെ ഇസ്മായിൽ സഖാഫി ഇവിടെ ഉണ്ട്. മൂപ്പര് കേസ് വന്നപ്പോ പോലീസുകാർ കേസെടുത്തപ്പോ മൂപ്പര് സാക്ഷിയാണ്. അങ്ങനെ അന്ന് ഇസ്മായിൽ സഖാഫിനോടും മയനാജിനോടും ഞാൻ പറഞ്ഞു, ആ ചെറുപ്പക്കാർക്കെതിരെ കേസൊന്നും നിങ്ങൾ സാക്ഷിക്കൊന്നും പോണ്ട. അപ്പൊ അവരെ വെറുതെ വിടൂലേ, അവരക്രമിച്ചവരല്ലേ, അവർ വെറുതെ വിട്ടോട്ടെ. നമ്മളെ മുസ്ലിം സമുദായത്തിലുള്ള പാവപ്പെട്ട കുട്ടികൾ, അറിവില്ലാത്ത ചെറുപ്പക്കാര് അവരക്രമിച്ച് വെച്ചിട്ട് പകരം നമ്മൾ ജയിലിൽ കടിച്ചിട്ട് ഒന്നും കിട്ടാനൊന്നുമില്ലല്ലോ. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ നമ്മളിത് വരുന്നത്. അവിടെ നിങ്ങൾ കേസിലൊന്നും പോണ്ട, സാക്ഷിക്കൊന്നും പോണ്ട. അങ്ങനെ ആ കേസ് അൽഹംദുലില്ലാഹ് അവര് രക്ഷപ്പെട്ടു. ഞാൻ രക്ഷപ്പെടണമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അന്ന് ആ ആക്രമണം ചെയ്തിരുന്ന പലരും പല സ്ഥലങ്ങളിലുമായി വന്ന് പിന്നീട് പൊരുത്തപ്പെടിക്കുകയും അവരൊക്കെ നമ്മുടെ ദീനീ പ്രവർത്തനത്തിൽ സഹകരിക്കുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാട് അല്ലാഹു തആല തന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ സിറാജുൽ ഹുദയുമായും നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു സ്ഥലത്ത് ഇവിടുന്ന് പ്രസംഗിക്കാൻ പോയിരുന്നു. അപ്പൊ പെണ്ണുങ്ങളടക്കം അരുവാളും കൊടുവാളും ഒക്കെ എടുത്തിട്ട് സുബ്ഹാനല്ലാഹ് കൊത്താൻ വേണ്ടി. അതിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. എല്ലാരും ആണും പെണ്ണും ഒക്കെ. നിങ്ങൾ ഇന്ന് ഇവിടെ പഠിക്കുന്നില്ലേ? ഇവിടെ സഖാഫിയൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ആക്രമിക്കാൻ വന്നു. അപ്പൊ ഇങ്ങനെ പോയ ടീമും കുഴപ്പമൊന്നുമില്ല, നല്ല ജോറൻ ടീമുണ്ട് നമ്മുടെ കൂടെ. ഇന്ന് നല്ല ടീം. അപ്പൊ അവര് ചോദിച്ചാൽ എന്താ വേണ്ടേ? ഞങ്ങൾ നേരിട്ടെ. ഞാൻ നേരിടുമൊന്നും വേണ്ട, നമുക്ക് തിരിച്ചു പോവാ. അപ്പൊ അവര് സ്വീപ്പാക്കല്ലോ, സ്വീപ്പായിക്കോട്ടെ, അവര് വിവരമില്ലാത്ത ആൾക്കാരാണ്, നമുക്ക് തിരിച്ചു പോകാതെ. അങ്ങനെ തന്നെ വണ്ടി തിരിച്ചു വന്ന് വിട്ടു. ഞങ്ങൾ തിരിച്ചു വരുമ്പോ അവര് കൂക്ക് വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഉറപ്പാണല്ലോ. പക്ഷെ അൽഹംദുലില്ലാഹ് ആ നാട്ടിന്റെ പരിസരത്ത് സുന്നത്ത് ജമാഅത്തിന് പള്ളിയില്ലാത്ത സ്ഥലത്ത് നമ്മൾ പള്ളി ഉണ്ടാക്കുകയും മറസുണ്ടാക്കുകയും ചെയ്യുമ്പോ അന്ന് അരുവാളും കൊടുവാളും എടുത്ത് വന്നവരൊക്കെ നമ്മളോടുകൂടെ വന്ന് സഹകരിച്ചു വന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളെപ്പോഴും വിട്ടുവീഴ്ചയുടെ മനസ്ഥിതിയും വിശാലമായ മനസ്ഥിതിയും
സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നമുക്കുണ്ടാകണം. അപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുക. ഇപ്പോൾ ഞാൻ മുത്തലിം ഉസ്താദിനോട് പറഞ്ഞു, ഒരുപാട് ചേരസോൽ ഉസ്താദ് അങ്ങനെ അവിടെ നിന്ന് നാദാപുരത്ത് പരിപാടി കഴിഞ്ഞ് പിറ്റേന്ന് ഉസ്താദിന്റെ ശിഷ്യന്മാരെന്നോട് പറഞ്ഞു, ഉസ്താദ് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ സങ്കടം പറയാണ്, സുന്നത്ത് ജമാഅത്ത് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തിനൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് പറഞ്ഞു. ഉസ്താദിന്റെ ആണ്ടിന് വേണ്ടി നാളെ ഇൻഷാ അല്ലാഹ് ചെറുസോലയിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ചെറുസോലക്കടുത്ത് മുപ്പരെ ഖബർ വെട്ടിച്ചിറയിലാണ്. അല്ലാഹു തആല അവിടുത്തെ ദർജയും വർദ്ധിപ്പിച്ചു കൊടുക്കണം. ഇന്നലെ മിഞ്ഞാന്ന് ഞാൻ കക്കടിപ്പുറം ഉസ്താദിന്റെ ആണ്ടിന് വേണ്ടി പോയിരുന്നു. എനിക്ക് ദലായിലുൽ ഖൈറാത്തു സ്വലാത്തിന്റെ ഇജാസത്ത് തന്നതും അതുപോലെ വലിയ നിലക്ക് ദുആ ചെയ്തു എന്നതുമാണ് ബഹുമാനപ്പെട്ട ഉസ്താദുകൾ. വലിയ മഹാനാണ് ഉള്ളൂക്കര ഉസ്താദ് കക്കടിപ്പുറ ഉസ്താദിനെ കാണാൻ വേണ്ടി കരിയാട്ട് ഹുസേരി പള്ളിയിൽ മഹാനവറുകൾ പണ്ടുകാലത്ത് ദർസ് നടത്തി. അപ്പൊ അവിടെ ഉസ്താദ് ഒന്ന് വെറുതെ നേരത്തെ ദർസ് നടത്തിയ സ്ഥലത്ത് വരിക എന്നുള്ള എനിക്ക് വന്നാണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പുല്ലൂക്കരയിൽ ചെറിയ മുത്താലിമാണ്. അപ്പൊ ഉള്ളൂക്കരയിൽ നിന്ന് ഉസ്താദ് കക്കടിപ്പുറ ഉസ്താദിനെ കാണാൻ പോയി. ഉസ്താദിന്റെ കൈ പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞു. കൂടെ പോയ മുത്താലിം എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. വലിയ മഹാനാണ്, വലിയ കറാമത്തുള്ള ആളാണ് ബഹുമാനപ്പെട്ട കക്കടിപ്പുറം ഉസ്താദ്. അല്ലാഹു തആല അവരെ ദർജയിൽ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അങ്ങനെ തുടങ്ങി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ ബാപ്പയെ സംബന്ധിച്ച് പറഞ്ഞു. ബാപ്പ മരിച്ചത് ദുൽഹജ്ജ് ലാസ്റ്റ് ദിവസം, പിറ്റേന്ന് ദുൽഖഅദ് ലാസ്റ്റ് ദിവസം, പിറ്റേന്ന് ദുൽഹജ്ജ് 1. അപ്പൊ ബാപ്പ എന്ന് പറഞ്ഞാല് മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ഇന്നത്തെ പോലെ ഇലക്ട്രിക് ലൈറ്റ് ഒന്നുമില്ല. അന്ന് ചിമ്മിണി വിളക്ക് പറയും, മണ്ണെണ്ണ വിളക്ക്. ആ വിളക്കത്തിരുന്നിട്ടാണ് ഖുർആൻ ഓതി പഠിക്കുക. അപ്പൊ അവിടെ ഇരുന്നിട്ട് ഓരോ അക്ഷരങ്ങളും ഓരോ ഹർഫുകളും ഖുർആനിൽ ശരിക്ക് എന്നെ പഠിപ്പിച്ചത് എന്റെ ബാപ്പയാണ്. അതേപോലെ ഓരോ സംഗതികളും അതാത് സമയത്ത് ആവശ്യമായ തർബിയത്ത്. സുബ്ഹാനല്ലാഹ്, ചെറുപ്പത്തിൽ ചെറിയ ഓസുവാസം ഉണ്ടായി. അപ്പൊ ഒതുവെടുക്കുമ്പോ ഒരു 3 പ്രാവശ്യം കഴിയാല് ഈ മുഖം കഴിയാല് മതിയാവില്ല, കുറെ കഴിയാലെങ്കിൽ ഉറപ്പ് വരും. അപ്പൊ ബാപ്പാക്കത് അറിയാൻ സാധിച്ചു. ബാപ്പ എന്ത് ചെയ്തിട്ടുണ്ട്, ഒതുവെടുക്കുന്നു, മുന്നിൽ ഇരുന്നിട്ട് ഒതുവെടുക്കാൻ പറ്റും. അത് 4ാമത്തേത് എടുത്താൽ അടിയിട്ടു എന്ന് ഉറപ്പാണ്. അവന്റെ ഒസുവാസ് പോലെ നിർത്തിയുള്ളൂ. അങ്ങനെ അവന്റെ ഒസുവാസ് അവിടെ കൂടെ പോയി. അങ്ങനെ നമ്മളെ തെർബിയത്ത് ചെയ്ത ഉമ്മവാപ്പമാര്, ഉസ്താദുമാര്, അവരെ എപ്പോഴും ഓർമ്മിക്കുകയും അവരുടെ പേരിൽ പ്രാർത്ഥിക്കുകയും ചെയ്യലാണ് സുന്നത്ത് ജമാഅത്തിന്റെ ശിആർ. അതുകൊണ്ട് നിങ്ങളും അതേ രൂപത്തിൽ തന്നെ ആകണം എന്ന് എല്ലാ മുതഅല്ലിമീങ്ങളോടും വസിയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.